തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നയിക്കാൻ CPM-കാരനല്ലാത്ത ഒരു പുതിയ പ്രസിഡന്റ് വരുന്നുവെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ഇത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു പ്രസിഡന്റ്, അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും അവരെപ്പോഴും അവരുടെ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവിനെയാണ് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഒരുപക്ഷെ രാഷ്ട്രീയക്കാരല്ലാത്ത പ്രസിഡന്റുമാരെ നമ്മുടെ ഒരു കയ്യിലെ വിരലുകളിൽ എണ്ണാവുന്നതേ ഉള്ളൂ. മുൻ ചീഫ് സെക്രട്ടറിയായ K. ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ചുമതല ഏൽപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചുവെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കേൾക്കുന്നത്. ഇപ്പോൾ വിദേശത്തുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ആലോചിച്ച് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കും എന്ന് മനസ്സിലാക്കുന്നു. ഉടനെ അതിന്റെ ഉത്തരവ് ഇറങ്ങിയേക്കാം. ഈ വാർത്ത കേട്ടപ്പോൾ ഗ്രീക്കിലെ യൂറിസ്തസ് രാജാവ് ഈജിയൻ തൊഴുത്ത് വൃത്തിയാക്കാൻ ഹെർക്കുലീസിനെ ഏൽപ്പിച്ച കഥയാണ് ഓർമ്മ വന്നത്. 12 ജോലികളാണ് ഹെർക്കുലീസിനെ ഏൽപ്പിച്ചത്. ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ ഈസി ആയിട്ട് ചെയ്തു തീർക്കാവുന്ന എന്തെങ്കിലും ടാസ്ക് അല്ല. ഇതൊക്കെ ചെയ്തു തീർത്താൽ, വിജയകരമായിട്ട് പൂർത്തിയാക്കിയാൽ അമരത്വം കിട്ടും. അതായത് മരിക്കില്ലെന്ന്, കൽപ്പാന്ത കാലത്തോളം ജീവിച്ചിരിക്കാം. അതായിരുന്നു ഹെർക്കുലീസിന് കൊടുത്ത ഓഫർ. അതിലൊരു ജോലി ഈലിയസിലെ രാജാവായ ഈജിയസിന്റെ തൊഴുത്ത് വൃത്തിയാക്കുക. ആയിരക്കണക്കിന് ആടുകളെയും മാടുകളെയും പാർപ്പിച്ചിരിക്കുന്ന ഒരു വലിയ തൊഴുത്താണ്. ഈജിയസിന് ധാരാളം കന്നുകാലികൾ ഉണ്ടായിരുന്നു. അവരെ ഇവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. പക്ഷെ 30 വർഷമായിട്ട് ഈ തൊഴുത്ത് വൃത്തിയാക്കിയിട്ടേയില്ല. അതിലൂടെ ഈ ചാണകവും മൂത്രവും ഇടകലർന്ന് അല്ലെങ്കിൽ കൂടിക്കുഴഞ്ഞ് അങ്ങനെ ഒഴുകുകയാ. ഇടയ്ക്ക് പെയ്യുന്ന മഴ ആ തൊഴുത്തിലൂടെ ഒഴുകി നീങ്ങുന്നു. ചീഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ ഇവിടെയായിട്ട് ചിതറി കിടക്കുന്നു. അത്തരത്തില് വൃത്തികേടുകളുടെ ഒരു കൂമ്പാരമായിരുന്നു ഈ തൊഴുത്ത്, ഈജിയൻ തൊഴുത്ത്. 30 വർഷമായിട്ട് വൃത്തിയാക്കാത്ത ഒരു തൊഴുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. ആ വഴിക്ക് പോകാൻ പറ്റത്തില്ല, അതുപോലെ ദുർഗന്ധമാണ്. ഈ തൊഴുത്തിലേക്കൊന്ന് കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ല. ഈ ജോലി പൂർത്തിയാക്കണം, വിജയകരമായിട്ട് പൂർത്തിയാക്കണം. ഹെർക്കുലീസിനെ ഏൽപ്പിച്ച 5ാമത്തെ ജോലിയായിരുന്നു ഇത്. അത്തരത്തിലുള്ള ഒരു ടാസ്കാണ്, അല്ലെങ്കിൽ ഒരു ജോലിയാണ് ഇപ്പോഴേ ജയകുമാറിനെ സർക്കാർ ഏൽപ്പിക്കാൻ പോകുന്നത്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഈജിയൻ തൊഴുത്ത് ഒന്ന് ശുദ്ധീകരിക്കുക, ഒന്ന് വൃത്തിയാക്കുക. ശബരിമലയിൽ നടന്ന സ്വർണ്ണ കവർച്ച തീവെട്ടിക്കൊള്ളയായിരുന്നല്ലോ. അത് CPM-നെ ഒരു പാതാള കുഴിയിലേക്ക് എത്തിച്ചിരിക്കുക. ആ കുഴിയിൽ നിന്ന് പാർട്ടിയെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരിക എന്നത് CPM-ന്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ്. അത് സാധിക്കാൻ വേണ്ടി ജയകുമാറിന്റെ വ്യക്തിപരമായ ഔന്നത്യം വാടകയ്ക്ക് കൊടുക്കേണ്ടിയിരുന്നോ എന്നാണ് ജയകുമാറിനെ ഇഷ്ടപ്പെടുന്ന പലരും ഈ വാർത്ത കേട്ടപ്പോൾ ചിന്തിച്ചത്. നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അധികാരത്തിൽ വന്നപ്പോഴൊന്നും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം വേണ്ട എന്ന് CPM ആലോചിക്കുകയോ ചിന്തിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. ഈ മാസം 13-ാം തീയതി ഇപ്പോഴത്തെ ഒരു ബോർഡ്, നമ്മുടെ പ്രശാന്ത് പ്രസിഡന്റായ ബോർഡ്, അതിന്റെ കാലാവധി അവസാനിക്കുക. അപ്പൊ അത് നീട്ടിക്കൊടുക്കാനാണ് സർക്കാർ ഇതുവരെ ആലോചിച്ചുകൊണ്ടിരുന്നത്. കാരണം ഈ കൊള്ള തുടരണമല്ലോ. ശബരിമലയിൽ നടക്കുന്ന ഈ തീവട്ടിക്കൊള്ള തുടരാനുള്ള സൗകര്യത്തിന് ആ ബോർഡിന് കാലാവധി നീട്ടിക്കൊടുക്കാം. അതിനൊരു ഓർഡിനൻസ് കൊണ്ടുവരാനൊക്കെ ആലോചിച്ചിരുന്നതാണ്. പക്ഷെ പെട്ടെന്ന് CPM തീരുമാനം മാറ്റി. അതിന് കാരണമുണ്ട്. അതായത് ഇപ്പോഴത്തെ ബോർഡിലേക്കും പ്രശാന്ത് പ്രസിഡന്റായ ബോർഡിലേക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നീളുന്നു. ദേവസ്വം ബോർഡ് ഓഫീസിന്റെ വാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഈ അന്വേഷണ സംഘം. അത് മനസ്സിലായി. ഇപ്പോൾ തന്നെ 2 മുൻ പ്രസിഡന്റുമാരെ സംശയത്തിന്റെ നിഴലില്ല. അന്വേഷണ സംഘത്തിന്റെ സ്കാനറിൽ അവരുണ്ട്. അപ്പം ഇപ്പോഴത്തെ പ്രസിഡന്റിനോട് വന്നു കഴിഞ്ഞാൽ സംഗതി കുലുമാലാകും. അതിന് സാധ്യതയുള്ള ഇപ്പോഴത്തെ ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കുന്നത് ഒട്ടും ശരിയാവില്ല, അല്ലെങ്കിൽ അത് തിരിച്ചടിക്കുമെന്ന് മനസ്സിലായപ്പോഴാണ് ആ ആലോചന വേണ്ടെന്ന് വെച്ചത്. അപ്പൊ എന്താ വേണ്ടത്? ഈ പാതാളക്കുഴിയിൽ നിന്ന് കയറണം. അതിന് നല്ല പ്രതിച്ഛായയുള്ള ഒരാൾ വേണം. നോക്കുമ്പം പറ്റിയതാരാ? K. ജയകുമാർ. K. ജയകുമാർ നേരത്തെ ദേവസ്വം ബോർഡിന്റെ ചീഫ് കമ്മീഷണറായിരുന്നു. അതുപോലെ അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ദേവസ്വം വകുപ്പിന്റെ ചുമതലയും വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ദേവസ്വം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ശബരിമലയിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്താണ് എന്നൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ആ ഒരു അറിവ് അല്ലെങ്കിൽ പരിചയ സമ്പത്ത്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഊനമില്ലാത്ത പ്രതിച്ഛായ, അതും കൂടി ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു CPM-ന്റെ ലക്ഷ്യം. അതിലേക്കാണ് കാര്യങ്ങൾ മെല്ലെ നീങ്ങുന്നത്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പൊടിക്കൈ കാണിക്കാതെ CPM-ന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവിടെ യുവതികളെ കയറ്റാൻ നടത്തിയ ശ്രമം, 10-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ, അതനുസരിച്ചുള്ള ഒരു സുപ്രീം കോടതി വിധി വന്നായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാനും അങ്ങനെ നവോത്ഥാന നായകനാകാനും പിണറായി വിജയൻ ശ്രമിച്ചതാ. ആ വഴിക്കൊരു വലിയ പരിശ്രമം ഉണ്ടായി. പക്ഷെ അത് പരാജയപ്പെട്ടു പോയി.
അതിന്റെ ദോഷഫലങ്ങൾ പിന്നീട് നടന്ന ചില തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായി. അത് CPM മനസ്സിലായി. അതായത് CPM കാലാകാലങ്ങളിൽ വോട്ട് ചെയ്തിരുന്ന ഹിന്ദു വോട്ടർമാർ ഒരു നല്ല ശതമാനം മറ്റ് ചേരികളിലേക്ക് മാറി. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഭക്തന്മാരെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയത്. പക്ഷേ എന്ത് ചെയ്യാനാ, അതങ്ങ് ചീറ്റിപ്പോയി, ബൂമറാങ്ങായിപ്പോയി, സത്യം പറഞ്ഞാൽ തിരിച്ചടിയായിപ്പോയി. അത് ചെയ്യാതിരുന്നെങ്കിൽ പിന്നെയും നല്ലതായിരുന്നു എന്ന് തോന്നത്തക്ക രീതിയിൽ അതങ്ങ് പരാജയപ്പെട്ടു പോയി. അതിന്റെ പിന്നാലെയാണ് ശബരിമലയിലെ ഈ കൊള്ള, സ്വർണ്ണക്കൊള്ള, ദ്വാരപാലക ശില്പങ്ങള്, കട്ടിളപ്പാളി, ഇതൊക്കെ അടിച്ചു മാറ്റിയ കഥ. അതൊക്കെ ഇളക്കിക്കൊണ്ട് മദ്രാസിലൊക്കെ കൊണ്ടുപോയിട്ട് അതിനുണ്ടായിരുന്ന സ്വർണ്ണപ്പാളികളൊക്കെ ഇളക്കി ഉരുക്കി സ്വർണ്ണമാക്കി കച്ചവടം ചെയ്തെന്ന്. അത് മാത്രമല്ല, അവിടെ നടക്കുന്ന അന്വേഷണങ്ങള്, അതിന്റെ പുരോഗതി, അതൊക്കെ ഹൈക്കോടതി അങ്ങനെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാലിന്യ കൂമ്പാരമായി മാറിയ ശബരിമല വിവാദം, അതിനൊന്ന് വെള്ളപൂശണം, അതിനാരെങ്കിലും വേണം. ഏതെങ്കിലും CPM-കാരെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയാല് സംഗതി വീണ്ടും ബൂമറാങ്ങാകുമെന്ന് മനസ്സിലായി. അതിനാണ് ഇപ്പോഴേ ജയകുമാറിനെ കണ്ടെത്തിയിരിക്കുന്നത്. 2 തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുക, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക്. അത് കഴിഞ്ഞ് അടുത്ത വർഷം മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പൊ ഇവിടെയൊക്കെ ശബരിമല വലിയൊരു ചർച്ചാ വിഷയമാകും. അത് ഉണ്ടാക്കാവുന്ന ക്ഷീണമൊന്നും മറികടക്കാൻ ജയകുമാറിന്റെ ആ വ്യക്തിത്വം അല്ലെങ്കിൽ പ്രതിച്ഛായ അത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇപ്പൊ CPM കണക്ക് കൂട്ടുന്നത്. അതായത് CPM-ന്റെ ഒരു മുഖംമൂടിയായിട്ട്, ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ ഒരു മുഖംമൂടിയായിട്ട് ജയകുമാറിനെ ഉപയോഗിക്കുക. സ്വാഭാവികമായിട്ടും CPM-ന്റെ രാഷ്ട്രീയ ചതുരംഗ കളിയിലെ ഒരു രാഷ്ട്രീയ കരുവായിട്ട് ജയകുമാർ മാറുകയാണെന്ന് വളരെ ദുഃഖത്തോടുകൂടി പറയേണ്ടി വരും. നമ്മുടെ ഈജിൻ തൊഴുത്തിന്റെ കഥയില് യൂറിസ്തസ് രാജാവിന് ഹെർക്കുലീസിനേക്കാൾ വളരെ താഴെയുള്ള പദവിയാണുള്ളത്. അതുകൊണ്ട് രാജാവ് പറഞ്ഞ കാര്യങ്ങൾ ഹെർക്കുലീസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഹെർക്കുലീസിന്റെ പിതാവായ സൂയിസ് പറഞ്ഞു, നീ ആ ജോലികൾ ഏറ്റെടുക്കുക, അമരത്വം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് ഈ 12 ജോലികൾ ഹെർക്കുലീസ് ഏറ്റെടുത്തത്. അപ്പോ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഈ വെള്ളാന അല്ലെങ്കിൽ ഈ മാലിന്യ കൂമ്പാരം അതിനെയൊന്ന് ശുദ്ധീകരിച്ചെടുക്കാനുള്ള ടാസ്ക്, ഹെർക്കൂലിയൻ ടാസ്ക് എന്നാണ് ഇതുപോലുള്ള ജോലികൾക്ക് പറയാം. അത് എന്തുകൊണ്ടായിരിക്കാം ജയകുമാർ സ്വീകരിച്ചത്? ദേവസ്വം ബോർഡ് ജയകുമാറിന് ഒട്ടും അപരിചിതമല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ ജയകുമാർ ദേവസ്വം ബോർഡിന്റെയും പിന്നീട് ദേവസ്വം വകുപ്പിന്റെയും ഒക്കെ ചുമതലയിരുന്ന കാലത്തെ ദേവസ്വം ബോർഡ് അല്ലിയത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. 2023 ജൂലൈ 25-ന് നമ്മുടെ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു വിധി ശബരിമലയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അതായത് അവിടുത്തെ സ്വർണ്ണ ഉരുപ്പടികൾ പുറത്തു കൊണ്ടുപോകരുതെന്നും അത് സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ഹൈക്കോടതി ഉത്തരവ്. അത് നമ്മുടെ ദേവസ്വം ബോർഡ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ചു നോക്കി, എന്തൊരു വിചിത്രമായ ഏർപ്പാടാണ്. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഒരു ഉത്തരവ് നമ്മുടെ ദേവസ്വം ബോർഡ്, തിരുവനന്തപുരത്ത് ആസ്ഥാനമായ ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ലെന്ന്, ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകർ ബോർഡിനെ അറിയിച്ചിട്ടില്ലെന്ന്. ഇത് ആരോടാണ് പറയുക? ഈ ഉത്തരവിന് വിരുദ്ധമായിട്ട് സ്വർണ്ണ ഉരുപ്പടികൾ പുറത്തു കൊണ്ടുപോയത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിൽ അതിന് ന്യായീകരണമായിട്ട് ദേവസ്വം ബോർഡ് പറയുന്ന കാര്യമാണ്. പറഞ്ഞാലും ആ ദേവസ്വം ബോർഡാണ് ഇപ്പോഴും ഉള്ളത്. ജയകുമാറിന് പരിചയമുള്ള ദേവസ്വം ബോർഡ് അല്ല എന്ന് പറയാനാണ് ഈ ഉദാഹരണം ഉദ്ധരിച്ചത്. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ജോലി വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നുവെന്നാണ് ജയകുമാർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇത് എന്തുകൊണ്ടാണ് അധികമായ സന്തോഷം ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. വിവാദങ്ങളും അന്വേഷണങ്ങളും അത് അതിൻ്റെ വഴിയിൽ നടന്നോട്ടെ, അത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം തീർത്ഥാടനം ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളതാണ്. അതാണ് ഈ പുതിയ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് അഭിപ്രായം ചോദിച്ചപ്പോൾ ജയകുമാർ പറഞ്ഞത്. നല്ല കാര്യങ്ങളാ ഇപ്പൊ ചെയ്യേണ്ടത്. തീർത്ഥാടനം വളരെ നന്നായിട്ട് നടക്കണം. ഈ നവംബർ 13-ാം തീയതി ഇപ്പോഴത്തെ ബോർഡിന്റെ കാലാവധി തീരുക. അടുത്ത തീർത്ഥാടന കാലം ആരംഭിക്കുന്നത് വൃശ്ചിക 1, അതായത് നവംബർ 17-നാണ്. അതിന്റെ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് 4 ദിവസം മാത്രമാണ് ഇപ്പോൾ പുതിയ ദേവസ്വം ബോർഡിന് ലഭിക്കാൻ പോകുന്നത്. അതൊക്കെ ഉത്തരവൊക്കെ വന്നതിന് ശേഷം ചിലപ്പം 4 ദിവസം പോലും കിട്ടുകയില്ല. എങ്കിൽ പോലും ഇപ്പോഴത്തെ ബോർഡ് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കങ്ങ് വിശ്വസിക്കാം. അപ്പൊ തീർത്ഥാടനം നന്നായിട്ട് നടക്കട്ടെ. ജയകുമാറിന്റെ ആ ഒരു നിലപാടിനോട് നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷെ വിവാദങ്ങളും അന്വേഷണങ്ങളും അതിന്റെ വഴിയിൽ പോകട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല. കേരളത്തിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാര്, അവർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ വളരെ പവിത്രം എന്ന് കരുതുന്ന ശബരിമലയിലെ
സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ അവരെ മുഴുവൻ അന്വേഷിച്ച് കണ്ടെത്തണം. അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണം കൂടിയാണ്. അപ്പോൾ അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് വെച്ചാൽ എന്താണ് ജയകുമാർ ഉദ്ദേശിക്കുന്നത്? ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണം എന്ന് പറയുമ്പോൾ നടന്നതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇനി നമുക്ക് ശ്രദ്ധിക്കാം എന്നാണോ? ഇപ്പൊ ശബരിമലയെ സ്നേഹിക്കുന്ന അയ്യപ്പ ഭക്തന്മാരായ ആളുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള ഒരു ചോദ്യം, അവിടെ നടന്ന സ്വർണ്ണ കവർച്ച, അക്കാര്യത്തിൽ എന്ത് നടപടികളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒരു പുതിയ പ്രസിഡന്റ് വരുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് അദ്ദേഹം അക്കാര്യത്തിൽ വളരെ മുന്തിയ പരിഗണന നൽകണം എന്ന് തന്നെയാണ്. അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന് തന്നെയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ സർക്കാരിന് വലിയ സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ 2 മുൻ ദേവസ്വം പ്രസിഡന്റുമാരും ഒരു ദേവസ്വം പ്രസിഡന്റും സംശയത്തിന്റെ നിഴലില്ല. അന്വേഷണ സംഘത്തിന്റെ സ്കാനറിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. ഇവരെ ആരെയും തൊടാൻ ഇതുവരെ സർക്കാർ സമ്മതിച്ചിട്ടില്ല. ഇനി ഒരു സന്ദർഭത്തിൽ അവരുടെ മേൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ അതിനു മുകളിലേക്ക് അന്വേഷണം ഒരു പടി പോലും ഉയർന്നു പോകാൻ ഉയരത്തിലേക്ക് പോകാൻ ഈ ഗവൺമെന്റ് സമ്മതിക്കത്തില്ല. കാരണം അപ്പോൾ ആ അന്വേഷണം തൊടാൻ പോകുന്നത് രാഷ്ട്രീയക്കാരെയാ, CPM-കാരെയാ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതിന് മുകളിലേക്ക് പോകാൻ അനുവദിക്കില്ല. അപ്പോൾ ഈ അന്വേഷണം അങ്ങനെ പുരോഗമിക്കുകയാണെങ്കിൽ നമ്മുടെ പുതിയ പ്രസിഡന്റിന് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് എടുക്കാതിരിക്കാൻ സാധിക്കുമോ? വിവാദങ്ങളും അന്വേഷണങ്ങളും അതിന്റെ വഴിയെ നീങ്ങട്ടെ എന്ന അഴവഴമ്പൻ സമീപനമാണ് പുതിയ ദേവസ്വം ബോർഡിന് ഉണ്ടാകുന്നതെങ്കിൽ അതിന്റെ പരിണിതഫലം എന്തായിരിക്കും? CPM അല്ലെങ്കിൽ സർക്കാർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ അന്വേഷണം പോകും എന്ന് തന്നെയാണ്. ജയകുമാറിനെ പോലെ നല്ല ഒന്നാം തരം ട്രാക്ക് റെക്കോർഡുള്ള ഒരാള് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യം എന്താണ്? പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാരുടെ CPM-ന്റെ രാഷ്ട്രീയമായ രക്ഷപ്പെടലിനുള്ള ഒരു ഉപാധിയായി ജയകുമാർ അദ്ദേഹത്തിന്റെ തിളങ്ങുന്ന വ്യക്തിത്വം അല്ലെങ്കിൽ പ്രതിച്ഛായ തൽക്കാലത്തേക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണോ? അതോ ദേവസ്വം ബോർഡിനെ, ശബരിമലയെ ശുദ്ധീകരിക്കാനുള്ള എന്തെങ്കിലും പരിപാടികൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുമോ? ഈ 2 ചോദ്യങ്ങളാണ് ആളുകളുടെ മനസ്സിൽ ഉയരുന്നത്. ഒരു ശുദ്ധീകരണം ദേവസ്വം ബോർഡിൽ പ്രത്യേകിച്ച് ശബരിമലയിൽ നടക്കുമോ എന്നാണ് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ജയകുമാറിനെ പോലൊരു പ്രസിഡന്റ് പുതുതായിട്ട് അധികാരമേൽക്കുമ്പോഴും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം ഈ സ്വർണ്ണ കവർച്ചയെ കുറിച്ചുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിൽക്കുമ്പോൾ ശബരിമലയിൽ ഒരു മുൻ വിജിലൻസ് ഓഫീസർ, പഴയ പോലീസ് ഉദ്യോഗസ്ഥരാണ്, അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം ഒരു യൂട്യൂബിൽ വന്നത് ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ശബരിമലയിലെ കാണിക്ക വലിയ തോതിലുള്ള വെട്ടിപ്പ് അക്കാര്യത്തിൽ നടക്കുന്നു എന്നാണ്. തീർത്ഥാടന കാലത്ത് പ്രതിദിനം 15ഉം 20 ലക്ഷം രൂപ വരെ അടിച്ചു മാറ്റപ്പെടുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത് ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ. ഒരു വിജിലൻസ് ഓഫീസർ അവിടെ നടക്കുന്ന അഴിമതികൾ അന്വേഷിക്കാൻ നിയുക്തനായിരുന്ന ഒരു പഴയ ഓഫീസർ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പർച്ചേസ്, സാധനം വാങ്ങുന്നതിനുള്ള അഴിമതി, അവിടെ ശർക്കര വാങ്ങുന്നതിലെ അഴിമതിയുടെ ഒരു ഉദാഹരണം, ദൃഷ്ടാന്തം അദ്ദേഹം ആ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ വലിയ തോതിലുള്ള തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതേക്കുറിച്ച് ഇത് കൈകാര്യം ചെയ്യാൻ അധികാരപ്പെടുത്തിയിരുന്ന ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. അപ്പൊ ഈ സ്വർണ്ണക്കവർച്ചയിൽ ഒതുങ്ങി നിന്നാൽ മതിയോ ഈ ശുദ്ധീകരണം? ഒരു പൂർണ്ണമായ സമൂലമായ ശുദ്ധീകരണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ മേഖലകളിലേക്കെല്ലാം അന്വേഷണം അല്ലെങ്കിൽ പരിശോധന നടത്തേണ്ടി വരും. അതിന് പുതിയ ദേവസ്വം ബോർഡ് തീരുമാനിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടികൾ എടുക്കുമോ? ഈജിയൻ തൊഴുത്തിന്റെ തെക്കു ഭാഗത്ത് ആൽബിയസ് നദിയും വടക്ക് ഭാഗത്തോടുകൂടി പീനിയസ് നദിയും ഒഴുകുന്നുണ്ടായിരുന്നു. ഹെർക്കുലീസ് എന്താണ് ചെയ്തതെന്നറിയാമോ? ഈ 2 പുഴകളിൽ നിന്ന് ചാരുവെട്ടി തൊഴുത്തിന്റെ ഭിത്തികളിൽ വലിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി അതിലൂടെ വെള്ളം പായിച്ച് തൊഴുത്ത് വൃത്തിയാക്കുകയാണ് ചെയ്തത്. അതുപോലെ എന്തെങ്കിലും മാർഗങ്ങൾ ജയകുമാറിന്റെ കൈവശമുണ്ടോ, അത് അദ്ദേഹം പ്രയോഗിക്കുമോ എന്നാണ് വരും നാളുകൾ തെളിയിക്കേണ്ടത്. അമരത്വം നേടാനാണ് ഹെർക്കുലീസ് വളരെ ദുഷ്കരമായ 12 ജോലികൾ ചെയ്തു തീർത്തത്. ദേവസ്വം ബോർഡ് നന്നാക്കിയതുകൊണ്ട് അത്തരത്തിലുള്ള ബഹുമതികളോ പട്ടങ്ങളോ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കുറഞ്ഞ പക്ഷം അദ്ദേഹത്തിന് ഇപ്പോഴുള്ള പ്രതിച്ഛായ കൈമോശം വരാതെ CPM-ന്റെ രാഷ്ട്രീയ ചതുരംഗക്കളിയിലെ ഒരു കരുവായി മാറി എന്ന ആക്ഷേപം ഉണ്ടാക്കാതെ മലയിറങ്ങാൻ സാക്ഷാൽ അയ്യപ്പ ഭഗവാൻ
അദ്ദേഹത്തെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വാമി ശരണം.